അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും മക്കളുമെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിൽ, ഈ ദുനിയവിയായ ജീവിതത്തിൽ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ മക്കളാൽ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നതായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നാം നമ്മുടെ മക്കൾക്ക് നാം നേടിയെടുക്കുവാൻ നാം ശ്രമിക്കുക. ഒരു സ്വഹാബി വന്നിട്ട് യാ റസൂലല്ലാഹ് ചോദിക്കുകയുണ്ടായി, അല്ലയോ റസൂലേ, ഞാൻ ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് ആരോടെന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് എന്നാണ്. രണ്ടാമതും സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് എന്നാണ്. മൂന്നാമത് ചോദിച്ചപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് എന്നാണ്. പിന്നീട് നാലാമതാണ് പിതാവിൻ്റെ കാര്യമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ദീനീ ദൃഷ്ടിയോടുകൂടി തന്നെ നാം നമ്മുടെ മക്കളെ നാം വളർത്തുവാനും നാം ശ്രമിക്കുക. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഭൗതികമായ ജീവിതത്തിലുള്ളതെല്ലാം നശിക്കുന്നതാണ്. എന്നെന്നും ശാശ്വതമായിട്ടുള്ളവൻ, അവശേഷിക്കുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും അത്തീഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.